കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അപ്പം നമ്മൾ 22 ചെയ്തു. സർഗം 2 22ാമത്തെ ശ്ലോകം ചെയ്തു. എന്താ പറഞ്ഞു വെച്ചാൽ ഭഗവാൻ ബ്രഹ്മാവിനോട് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. ഞാൻ എന്ത് ചെയ്യണം എന്നാണ് പറയണത്, അല്ലെങ്കിൽ എന്താണ് എൻ്റെ സഹായം അങ്ങയ്ക്ക് വേണ്ട ചോദിച്ചു. അപ്പോൾ ബ്രഹ്മാവിന് സന്തോഷമായി പ്രത്യക്ഷപ്പെട്ട് ഭഗവാൻ എന്താണ് അങ്ങയ്ക്ക് വേണ്ടി ചെയ്യേണ്ട ചോദിച്ചുല്ലോ. അപ്പോൾ അതിന് ബ്രഹ്മാവ് ഉത്തരം പറയണതാണ്. ഇന്ന് നമുക്ക് 23, 24, 25 ഒറ്റ ശ്ലോകമായിട്ട് 25 നമുക്ക് ഒന്നിച്ച് ചെയ്യാം. ഭഗവൻ രാവണോ നാമ പൗലസ്ത്യതനയോ മഹാൻ രാക്ഷസാനാം അധിപതിർ മദ്ദത്തവരദർപ്പിത ത്രിലോകീം ലോകപാലാംശ്ച ബാധതേ വിശ്വബാധക മാനുഷേണ മൃതിസ്തസ്യ മയാ കല്യാണകൽപ്പിത അതസ്ത്വം മാനുഷോ ഭൂത്വാ ജഹി ദേവരിപും പ്രഭോ. ഹേ ഭഗവൻ, ഭഗവാനെ, പൗലസ്ത്യതനയ പൗലസ്ത്യൻ്റെ മകനായ വിശ്രവസിൻ്റെ പുത്രനും പുലസ്ത്യൻ, അതായത് പുലസ്ത്യൻ എന്ന് പറഞ്ഞൊരു മഹർഷിയുണ്ട്. ആ മഹർഷിയുടെ മകനാണ് വിശ്രവസ്. വിശ്രവസിൻ്റെ മകനാണ് ആര്? രാവണൻ. ആ രാവണൻ്റെ മകനാണ് പൗലസ്ത്യൻ. പുലസ്ത്യൻ്റെ മകനാണ് പൗലസ്ത്യൻ, അതാണ് വിശ്രവസ്. പുലസ്ത്യൻ്റെ മകനെ പൗലസ്ത്യൻ എന്ന് പറയും. വസുദേവൻ്റെ മകനെ വാസുദേവൻ എന്ന് പറഞ്ഞു അല്ലേ. ഉത്താനപാദൻ്റെ മകനെ ഔത്താനപാദൻ എന്ന് പറയും. അതുപോലെ പുലസ്ത്യൻ്റെ മകനെ പൗലസ്ത്യൻ, അതായത് വിശ്രവസ്. വിശ്രവസിൻ്റെ മകനാണ് ആര്? വൈശ്രവണനും രാവണനും ഒക്കെ. മഹാൻ, അങ്ങനെ വിശ്രവസിൻ്റെ പുത്രനും മഹാൻ, ഭയങ്കര ബലശാലിയും രാക്ഷസാനാം അധിപതി, രാക്ഷസന്മാരുടെ രാജാവും മദ്ദത്ത വരദർപ്പിത, ഞാൻ കൊടുത്ത വരം കാരണം വളരെ അഹങ്കാരിയായി തീർന്നവനും രാവണനാമ, രാവണൻ എന്നു പേരായവൻ വിശ്വബാധക, ലോകത്തെ മുഴുവൻ ബാധിക്കുക, മീൻസ് ഉപദ്രവിക്കുന്നതായിട്ട് ത്രിലോകി, 3 ലോകത്തെയും ലോകപാലാൻച, അതായത് ദിക്പാലകന്മാരെയും ദേവന്മാരെയും ഒക്കെ, എല്ലാ ലോകപാലകന്മാരെയും ബാധതേച്ചാൽ ഉപദ്രവിക്കുന്നു. കല്യാണ ഹേ മംഗളസ്വരൂപ മാനുഷേന, മനുഷ്യനാൽ തസ്യ മൃതി, അവൻ്റെ മരണം മയാ, അതായത് മനുഷ്യൻ്റെ കൈകൊണ്ടേ അവൻ മരിക്കൂ. അങ്ങനെ മയാ കൽപ്പിതാൽ, ഞാൻ കൊടുത്ത വരം കാരണം ദേവന്മാർക്കൊന്നും കൊല്ലാൻ പറ്റില്ല, മനുഷ്യൻ മാത്രമേ കൊല്ലാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വരം ഞാൻ കൊടുത്തു. ബ്രഹ്മാവിൻ്റെ കുറ്റം തന്നെയാണ്. അതഹ, അതുകൊണ്ട് പ്രഭോ, ഹേ പ്രഭുവായുള്ളവേ, ത്വം, അങ്ങുന്ന് മാനുഷ ഭൂത്വ, അങ്ങ് മനുഷ്യനായിട്ട് ജനിക്കണം. ദേവരി ഭൂത്തം, എന്നിട്ട് ദേവന്മാരുടെ ശത്രുവായിട്ടുള്ള അവനെ ജഹി, ഹനിച്ചാലും. എന്താ ബ്രഹ്മാവ് പറഞ്ഞു വെച്ചാൽ, ബ്രഹ്മാവ് അവനോട് കുറ്റമൊക്കെ സമ്മതിക്കുന്നുണ്ടായിരുന്നു. ബ്രഹ്മാവ് പറഞ്ഞു, ഹേ ഭഗവാനെ, അങ്ങ് ചോദിച്ചില്ലേ എന്താ ചെയ്യേണ്ടതെന്ന്. അതോ, ഞാൻ കൊടുത്ത വരം കാരണം പുലസ്ത്യൻ്റെ പുത്രനായിട്ടുള്ള വിശ്രവസിൻ്റെ മകനായിട്ടുള്ള രാവണൻ എന്ന രാക്ഷസ രാജാവ് എല്ലാവരെയും, ലോകപാലകന്മാരെ മുഴുവൻ ഉപദ്രവിക്കുന്നു. എല്ലാവരും ഉപദ്രവിക്കുന്നു. സകലരെയും ഉപദ്രവിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇപ്പോൾ ലോകം മുഴുവൻ ഭരിക്കുകയാണ്. അതുകൊണ്ട് 3 ലോകത്തിലെയും ആൾക്കാരെയും ലോകപാലകന്മാരെ അടക്കം ഉപദ്രവിക്കുന്നു. അപ്പോൾ ഹേ ഭഗവാനെ, ഞാൻ കൊടുത്ത വരം കാരണം ഒരു മനുഷ്യനെ മാത്രമേ അവനെ വധിക്കാൻ കഴിയൂ. അതുകൊണ്ട് അങ്ങ് ഒരു മനുഷ്യരൂപമെടുത്ത് വന്ന് ആ രാവണനെ ഒന്ന് വധിച്ച് ലോകത്തിനെ കാത്തു രക്ഷിക്കണേ എന്നാണ് ബ്രഹ്മാവ് പറഞ്ഞത്. ബ്രഹ്മാവിനെയാണ് വരം കൊടുത്തതേ, മനുഷ്യനാൽ മാത്രം കൊല്ലപ്പെടാൻ പാടുള്ളൂ എന്നൊക്കെ.
ഇപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടായി. കാരണം മനുഷ്യന്മാർക്കൊന്നും കൊല്ലാൻ ഉള്ള ശക്തിയില്ല, ബാക്കി ആർക്കും കൊല്ലാനും പാടില്ല. അപ്പോൾ പിന്നെ മനുഷ്യനായി ജനിക്കുന്നേ പറ്റൂ ഭഗവാനെന്ന് പറയണം. അപ്പോൾ നമുക്ക് അറിയണ കഥ ആയതുകൊണ്ടേ കുഴപ്പമില്ല. ഭഗവൻ രാവണോ നാമ പൗലസ്ത്യതനയോ മഹാൻ രാക്ഷസാനാം അധിപതിർ മദ്ദത്തവരദർപ്പിത. ഞാൻ കൊടുത്ത വരം കൊണ്ട് ദർപ്പിതനായിരുന്നു, മീൻസ് അഹങ്കാരി. ത്രിലോകീം ലോകപാലാംശ്ച ബാധതേ വിശ്വബാധക. ഈ വിശ്വത്തിനെ മുഴുവൻ ഉപദ്രവിക്കണ്ട. മാനുഷേണ മൃതിസ്തസ്യ മയാ കല്യാണ കൽപ്പിത. എൻ്റെ സങ്കല്പം കാരണമാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കൊടുത്ത വരം കാരണമാണപ്പോൾ മനുഷ്യൻ മാത്രമേ കൊല്ലാൻ പറ്റുള്ളൂ എന്നുള്ള നിലയായിരുന്നു. അതസ്തും, അതുകൊണ്ട് മാനുഷോ ഭൂത്വ, അങ്ങനെ മനുഷ്യനായി ജനിച്ചിട്ട് ജഹി ദേവരിപും പ്രഭോ, ആ ദേവന്മാരുടെ ശത്രുവിനെ നശിപ്പിച്ചാലും കൊന്നാലും. 26 കശ്യപസ്യ വരോ ദത്തസ്തപസാ തോഷിതേന മേ യാചിത പുത്രഭാവായ തഥേത്യംഗീകൃതം മയാ സ ഇദാനിം ദശരഥോ ഭൂത്വാ തിഷ്ഠതി ഭൂതലേ. അപ്പോൾ വേഗം ശ്രീ ഭഗവാൻ ഉവാചാന്ന് വായിച്ചില്ലേ ഞാൻ, ഭഗവാനാണ്. അപ്പോൾ വേഗം ഭഗവാൻ ഉത്തരം പറഞ്ഞു. എന്താ പറഞ്ഞേ ഭഗവാൻ? തപസ്സുകൊണ്ട് തോഷിതേന അമ്മേ, എന്നെ ഒരിക്കൽ സന്തോഷിപ്പിച്ചു. ആര്? തോഷിതേന, ഞാൻ സന്തോഷിപ്പിക്കപ്പെട്ടു. എങ്ങനെയാ? എന്തുകൊണ്ട്? തപസ്സുകൊണ്ട്. ആര്? കശ്യപന് തപസ്സുകൊണ്ട് ഞാൻ സന്തോഷിക്കപ്പെട്ടു. എന്നിട്ടോ വരഹ ദത്ത, ഞാൻ വരം കൊടുത്തു. എന്താ? എക്സ്ക്യൂസ് മീ. പുത്രഭാവായ, ഞാൻ ആ കശ്യപൻ്റെ പുത്രനാവാം, പുത്രഭാവത്തിൽ ഞാൻ ജനിച്ചോളാം എന്ന് യാചിത, പ്രാർത്ഥിക്കപ്പെട്ടവനായി. അതായത് അങ്ങൻ്റെ പുത്രനായി ജനിക്കണം എന്നാണ് കശ്യപൻ തപസ് ചെയ്തിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്താ ചോദിച്ചതറിയോ? അങ്ങൻ്റെ പുത്രനായിട്ട് ജനിക്കണമെന്ന് യാചിച്ചു. മയ, എന്നാൽ തഥാ ഇതി, ശരി അങ്ങനെ ആവട്ടെ എന്ന്, ഞാൻ മകനായി ജനിക്കാമെന്ന് കശ്യപന് വാക്കും കൊടുത്തു ഭഗവാൻ. സ അവൻ ഇതാനും, ഇപ്പോൾ, ആ കശ്യപൻ ഇപ്പോൾ ദശരഥ ഭൂത്വ, ദശരഥനായിട്ട് ഭവിച്ചിട്ട് ഭൂതലേ തിഷ്ഠതി, ഭൂമിയിൽ ദശരഥനായിട്ട് രാജാവായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ ബ്രഹ്മാവ് അങ്ങനെ മനുഷ്യനായി ജനിച്ചിട്ട് രാവണനെ കൊന്ന് ലോകത്തിൻ്റെ ദുഃഖം തീർക്കണമെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു. എന്താ പറഞ്ഞേ? പണ്ട് കശ്യപ മഹർഷി തപസ് ചെയ്ത് എന്നെ പ്രത്യക്ഷപ്പെടുത്തിയപ്പോൾ എന്നോട് ഞാൻ തന്നെ കശ്യപൻ്റെ മകനായി ജനിക്കണം എന്നുള്ള ആഗ്രഹം പറഞ്ഞു. അപ്പം ഞാൻ തഥാസ്തു, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ കശ്യപൻ ആണ് ഈ അയോധ്യയിലത്തെ രാജാവായിട്ടുള്ള ദശരഥൻ. ആ കശ്യപനാണ് ദശരഥനായി ജനിച്ചിട്ട് ഇപ്പോൾ അയോധ്യാധിപതിയായിട്ട് ഇരിക്കണത് ഭൂമിയിൽ. തസ്യാഹം പുത്രതാമേത്യ കൗസല്യായാം ശുഭേ ദിനേ ചതുർധാംനമേവാഹം സൃജാമി തരയോ പൃഥക്. അഹം, അപ്പോൾ ഭഗവാൻ പറയണം, ഞാൻ തസ്യ പുത്രത ഏത്യ, അവൻ്റെ പുത്രനെ ആയിട്ട് കൗസല്യയിൽ ശുഭേ ദിനെ, ഒരു നല്ല ദിവസത്തിൽ, ഇതരയോ മറ്റു 2 പേരിൽ, പൃഥക് വെവ്വേറെ, ആത്മാനം ഏവ എൻ്റെ ആത്മാവിനെ തന്നെ അല്ലെങ്കിൽ എന്നെ തന്നെ, ചതുർത്ഥ സൃജാമി 4 സൃഷ്ടിക്കാം. ഞാൻ 4 അവതരിക്കാം. അതായത് എൻ്റെ തന്നെ ഭാവം 4. ഒന്ന് മെയിനായിട്ട് കൗസല്യയിൽ, പിന്നെ വേറെ 2 ഭാര്യമാരും കൂടി ഉണ്ട്. ആർക്ക്? ദശരഥന്. പിന്നെ സുമിത്രയും കൈകേയിയും. അവരുടെ 3 4 പുത്രന്മാരായിട്ട്, സുമിത്രയുടെ 2 നമുക്കറിയാലോ, കൈകേയിക്കൊന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ചതുർവ്യൂഹമായിട്ട് ഞാൻ ദശരഥൻ്റെ മക്കളായിട്ട് ജനിക്കാം. കൗസല്യയിലെ ആ പ്രധാനിയായിട്ട്, പിന്നെ കൈകേയിയിലെ 1 പിന്നെ സുമിത്രയുടെ 2 മക്കളായിട്ട്, അപ്പം 4 ചതുർവ്യൂഹമായിട്ട് ഞാൻ പിന്നെ കശ്യപൻ്റെ ദശരഥൻ്റെ മക്കളായിട്ട് ഞാൻ പിന്നെ ഭൂമിയിൽ ജനിക്കാം എന്ന് പറഞ്ഞു. തസ്യാഹം പുത്രതാമേത്യ കൗസല്യായാം ശുഭേ ദിനേ ചതുർത്ഥാത്മാനമേവാഹം സൃജാമി തരയോ പൃഥക്. ഇനി 28.
യോഗമായാപി സീതേതി ജനകസ്യ ഗൃഹേ തദാ ഉൽപ്പസ്യത്തെ തയാ സാർദ്ധം സർവം സമ്പാദയാമ്യഹം. യോഗമായ അഭി, യോഗമായയും, അതായത് മൂലപ്രകൃതി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. തഥാ അപ്പോൾ ജനകസ്യ ഗൃഹേ, ഞാൻ ജനിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ, അതേ കാലത്ത് തന്നെ യോഗമായയും അല്ലെങ്കിൽ മൂലപ്രകൃതിയും എവിടെ ജനിക്കും? ജനകൻ്റെ ഗൃഹത്തിൽ സീത ഇതി, സീത എന്ന പേരോടുകൂടി ഉൽപ്പത്സ്യതേ ജനിക്കും, ഉത്ഭവിക്കും. തയാ സാർത്ഥം, ഞാൻ ആ സീതയോടുകൂടി ഞാൻ സർവം സമ്പാദയാമി, ഞാൻ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചോളാം. ആദ്യം ഞാൻ ജനിക്കാം, നാല് ചതുർവ്യൂഹമായിട്ട് ഞാൻ ജനിക്കാം എന്ന് പറഞ്ഞു അല്ലേ, ദശരഥൻ്റെ മക്കളായിട്ട്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു എന്നെ സഹായിക്കാനായിട്ട് യോഗമായ ജനകൻ്റെ രാജധാനിയിൽ സീത എന്ന പേരിൽ ജനിക്കും, ഞാൻ അവളെയും കൂട്ടി ഈ നിങ്ങളിപ്പോൾ പറഞ്ഞ ആഗ്രഹമൊക്കെ സാധിപ്പിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി 28 വായിച്ചിട്ട് കേട്ടോ. യോഗമായാപി സീതേതി ജനകസ്യ ഗൃഹേ തദാ ഉത്പസ്യത്തെ തയാ സാർദ്ധം സർവം സമ്പാദയാമ്യഹം. 29 ഇത്യുക്താന്തർദധേ വിഷ്ണുർബ്രഹ്മാ ദേവാനഥാബ്രവീത്. ഇത് പറഞ്ഞിട്ട് വിഷ്ണു ഭഗവാൻ അന്തർധാനം ചെയ്തു, മീൻസ് അപ്രത്യക്ഷമായി. അപ്പോൾ ബ്രഹ്മാവ് ദേവന്മാരോട് പറയുകയാണ്, എന്താ? ബ്രഹ്മോവാച, അതായത് ആ ശ്ലോകത്തിന് 29 പകുതി കഴിഞ്ഞിട്ടാണ് ബ്രഹ്മോവാച, അതായത് ഭഗവാൻ അപ്രത്യക്ഷമായി അന്തർധാനം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മോവാച വിഷ്ണുർ മാനുഷരൂപേണ ഭവിഷ്യതി രഘോകുലേ. ഹേ ദേവന്മാരെ, ഇതപ്പം ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ മനുഷ്യനായിട്ട് രഘുകുലത്തിൽ ജനിക്കും എന്ന് പറഞ്ഞു എന്ന് പറയാണ്. വിഷ്ണു മനുഷ്യരൂപെടുത്തിട്ട് രഘുകുലത്തിൽ ജനിക്കാം എന്ന് പറഞ്ഞു, നമ്മുടെ ഈ ആഗ്രഹം സാധിപ്പിക്കാനായിട്ടേ. ഇപ്രകാരം എന്നിട്ട് ഭഗവാൻ മറിഞ്ഞു എന്ന് പറയണം ബ്രഹ്മാവേ. ഇപ്രകാരം പറഞ്ഞിട്ട് കുലത്തിൽ ജനിക്കാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ മഹാവിഷ്ണു മറിഞ്ഞു. അപ്പം ബ്രഹ്മാവ് ദേവന്മാരോട് പറഞ്ഞതാണ്, വിഷ്ണു മനുഷ്യാകൃതിയായിട്ട് രഘുകുലത്തിൽ അവതരിക്കും. ഭഗവാന്റെ വാക്ക് കഴിഞ്ഞപ്പോൾ, ഭഗവാൻ വാക്ക് പറഞ്ഞിട്ട് അന്തർധാനം ചെയ്തപ്പോൾ ഉടനെ ബ്രഹ്മാവ് ദേവന്മാരോട് ആ വിവരം അറിയിക്കുകയാണ്. എന്താ? ഭഗവാൻ മനുഷ്യനായി ജനിക്കും രഘുകുലത്തിൽ ദശരഥൻ്റെ മകനായിട്ട്, എന്നിട്ട് നമ്മുടെ ആഗ്രഹം സാധിപ്പിക്കുന്നത്. അപ്പോൾ 29 വായിച്ചിട്ട് 30 വിഷ്ണുർ മാനുഷരൂപേണ ഭവിഷ്യതി രഘോഃ കുലേ ഇതി ഉക്ത്വാ, ഇത്യുക്താന്തർദധേ വിഷ്ണുർ ബ്രഹ്മാ ദേവാനഥാബ്രവീത് വിഷ്ണുർമാനുഷരൂപേണ ഭവിഷ്യതി രഘോഃ കുലേ. ഇനി 30 യൂയം സൃജധ്വം സർവേപി വാനരേഷ്വംശസംഭവാൻ വിഷ്ണോ സഹായം കുരുതാ യാവസ്ഥാസ്യതി ഭൂതലേ. ഒന്നുകൂടി ഭഗവാൻ പറഞ്ഞു കേട്ടോ, അതൊക്കെ പറയണേ. യൂയം സർവേപി, നിങ്ങളെല്ലാവരും ദേവന്മാരോട് പറയുക, വാനരേഷു, വാനരന്മാരിൽ ആ അംശസംഭവാൻ, നിങ്ങൾ വാനരന്മാരെ ആയിട്ട് ജനിക്കണം, നിങ്ങളുടെ അംശാവതാരമാവണം വാനരന്മാരെ. എന്തിന്? സൃജധ്വം, സൃഷ്ടിക്കുവിൻ, നിങ്ങളുടെ ശക്തി കൊണ്ട് കുറേ വാനരന്മാരെ സൃഷ്ടിക്കൂ. ഭഗവാൻ 4 ദശരഥൻ്റെ മക്കളായി ജനിക്കും, സീതയും ജനിക്കും. അവർ രണ്ടാളും ഒന്നിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നു പറഞ്ഞു. പക്ഷെ അതിന് സഹായത്തിനായിട്ട് നിങ്ങളുടെ ബലത്തിൻ്റെ അംശം എടുത്തിട്ട് നിങ്ങൾ വാനരന്മാരെ സൃഷ്ടിക്കൂ. യാവത് ഭൂതലേ സ്ഥാസ്യതി. എന്നിട്ട് ഭഗവാൻ മനുഷ്യനായിട്ടിരിക്കുന്നിടത്തോളം കാലം വിഷ്ണോഹോ സഹായം ഗുരുത, വിഷ്ണുവിന് സഹായം ചെയ്യണമെന്ന്. ഭഗവാൻ ശ്രീരാമാവതാരം കഴിഞ്ഞ് വൈകുണ്ഠത്തേക്ക് തിരിച്ചു പോണവരെ നിങ്ങളുടെ ബലാംശം ഉപയോഗിച്ച് നിങ്ങളെ വാനരന്മാരെ സൃഷ്ടിച്ച് അവിടെ ഭഗവാന്റെ അവതാരോദ്ദേശം കഴിഞ്ഞ് ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് മടങ്ങണ വരെ ഭൂമിയിൽ നിങ്ങളും പോയിട്ട് ഭഗവാനെ വേണ്ട സഹായമൊക്കെ ചെയ്ത് ഈ രാവണനെ കൊല്ലാനും ശിഷ്ടന്മാരെ രക്ഷിക്കാനും ഒക്കെ സഹായിക്കണം എന്ന് പറഞ്ഞു.
30. യൂയം സൃജധ്വം സർവേപി വാനരേഷ്വംശസംഭവാൻ വിഷ്ണോ സഹായം കുരുതാ യാവസ്ഥാസ്യതി ഭൂതലേ. 31. ഇതി ദേവാൻ സമാദിശ്യ സമാശ്വാസ്യ ച മേദിനീം യയൗ ബ്രഹ്മ സ്വഭവനം വിജ്വര സുഖമാസ്ഥിത. ഇതി ദേവാൻ സമാദിശ്യ, ഇങ്ങനെ ദേവന്മാരോട് സമാശ്വസിപ്പിച്ചതിന് ശേഷം മേദിനി ഭൂമിയെ സമാശ്വാസ്യ, ഭൂമിയെ ആശ്വസിപ്പിച്ചു, ദേവന്മാരെ ആശ്വസിപ്പിച്ചിട്ട് ബ്രഹ്മ സ്വഭവനം യയോ, ബ്രഹ്മാവ് ബ്രഹ്മലോകത്തിലേക്ക് പോയി. വിജ്വര, സ്വന്തം ധാമത്തിലേക്ക് പോയി. വിജ്വര, അതായത് എന്താണ്, ദുഃഖമില്ലാത്തവനായിട്ട് സുഖ ആസ്ഥിത, സുഖമായി വസിച്ചു. സുഖം ആസ്ഥിത, സുഖമായി വസിച്ചു. അതായത് ഈ വിവരമൊക്കെ ദേവന്മാരോട് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. ഭൂമിദേവിയും പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഭഗവാൻ തന്നെ മനുഷ്യനായി ജനിച്ച് യോഗമായ സീതയായിട്ട് ജനിച്ച് ഭൂമിദേവിയുടെ ഭാരമൊക്കെ തീർത്തോളും, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് ബ്രഹ്മലോകത്തിലേക്ക് പോയി അവിടെ സുഖമായി ജീവിച്ചു. ഇതി ദേവാൻ സമാദിശ്യ സമാശ്വാസ്യ ച മേദിനീം യയൗ ബ്രഹ്മ സ്വഭവനം വിജ്വര സുഖമാസ്ഥിത. 32. ദേവാശ്ച സർവേ ഹരിരൂപധാരിണ സ്ഥിതാ സഹായാർത്ഥം മിതസ്തതോ ഹരേഃ മഹാബല പർവ്വതവൃക്ഷ യോധിന പ്രതീക്ഷമാണ ഭഗവന്തമീശ്വരം. സർവേ ദേവ, ഇത് കേട്ട എല്ലാ ദേവന്മാരും ഹരേഹ സഹായാർത്ഥം, ഹരിയെ സഹായിക്കുന്നവനായിക്കൊണ്ട് ഹരിരൂപധാരിണ, ഹരിച്ച കൊരഞ്ഞെന്നും അർത്ഥമുണ്ട്, ഹരിരൂപധാരണ, എല്ലാവരും വാൻരൂപം ധരിച്ചവരും മഹാബലം, നല്ല ശക്തിയുള്ളവരും പർവ്വതവൃക്ഷയോധിന, പർവ്വതങ്ങളും വൃക്ഷങ്ങൾ ഇതൊക്കെ എടുത്തിട്ട് യുദ്ധം ചെയ്യാൻ വലിയ ഉത്സാഹമുള്ളവരും ഭഗവന്തം ഈശ്വരം, അതായത് ഈശ്വരനെ പ്രതീക്ഷിക്കുന്നവരായിട്ട് ഇതഹ തഥ അവിടെ സ്ഥിതാസ്ഥിതന്മാരായി. ഇത് കേട്ട ഉടനെ ദേവന്മാർക്ക് ഒരു മടിയുണ്ടായില്ല. അവർ വേഗം ഭൂമിയിൽ വന്ന് വാനരന്മാരായി ജനിച്ചിട്ട് നല്ല ശക്തിയുള്ള വാനരന്മാരായിട്ട് പർവ്വതങ്ങളും വൃക്ഷങ്ങളൊക്കെ എടുത്ത് യുദ്ധം ചെയ്യാൻ വളരെ ഔത്സുക്യത്തോടു കൂടിയിട്ടുള്ള, ശണ്ട കൂടാൻ റെഡിയായിട്ടുള്ള വാനരന്മാരായിട്ട് ഭൂമിയിൽ ജനിച്ചിട്ട് ഭഗവാന്റെ വരവും കാത്തിരിപ്പായി എന്നാണ് പറഞ്ഞത് കേട്ടോ. അതൊന്നുകൂടി വായിച്ചിട്ട് പിന്നെ അതിൽ കുറച്ച് എനിക്ക് പറയാനുണ്ട്, നമുക്ക് ചില കാര്യങ്ങൾ, അത് കഴിഞ്ഞ് നമുക്ക് ഈ സെഷൻ നിർത്താം. 32. ദേവാശ്ച സർവേ ഹരിരൂപധാരിണ സ്ഥിതാ സഹായാർത്ഥമിതസ്തതോ ഹരേ മഹാബല പർവ്വതവൃക്ഷയോധിന പ്രതീക്ഷമാണ ഭഗവന്തമീശ്വരം. ഇതി ശ്രീമദ് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ബാലകാണ്ഡേ ദ്വിതീയ സർഗ. അപ്പം നമ്മുടെ ദ്വിതീയ സർഗം ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ ഭഗവാൻ വന്ന് ജനിക്കാമെന്ന് പറഞ്ഞു അല്ലേ. ഇനി നമുക്കിവിടെ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇനി പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ ദശരഥനെയും കൈകേയിയൊക്കെ പറ്റി നമുക്ക് അതിലേക്ക് കടക്കണതിൻ്റെ മുമ്പ് അത് പറഞ്ഞാൽ നന്നാവുമെന്ന് വിചാരിച്ചു. അതോ അയോധ്യ എന്ന് പറഞ്ഞ ഒരു രാജ്യമുണ്ടല്ലോ, അല്ല ഒരു പട്ടണമെന്നോ അല്ലെങ്കിൽ ഒരു രാജ്യം, അയോധ്യ സൂര്യവംശ രാജാക്കന്മാരുടെ രാജധാനിയാണ്, അവിടെയാണ്. പിന്നെയോ അവരുടെ തലസ്ഥാനമാണ്. എല്ലാ കാലത്തും അയോധ്യ വളരെ ഐശ്വര്യപൂർണ്ണമാണ്. അവിടെ ആണ് ദശരഥൻ എന്ന് പറഞ്ഞ പ്രസിദ്ധനായിട്ടൊരു രാജാവ് ഉണ്ടായിരുന്നു എന്നിപ്പോൾ പറഞ്ഞില്ലേ. കശ്യപനാണ് ജനിച്ചതെന്ന് പറഞ്ഞുവല്ലോ. എന്തുകൊണ്ടാണ് ദശരഥൻ എന്നുള്ള പേരെന്ന് നമുക്ക് മനസ്സിലാക്കാം. പലർക്കും അറിയുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ഒരേ സമയത്ത് 10 തേര്, ദശരഥം, ഒരേ സമയത്ത് 10 തേരിലിരുന്നിട്ട് 10 ദിക്കിലേക്ക് ഒരേ സമയത്ത് സഞ്ചരിക്കാനും യുദ്ധം ചെയ്യാനും ഒക്കെ കഴിയുന്ന ഒരാളായിരുന്നു ദശരഥൻ. അത്ര ശക്തിശാലിയാണ്, കഴിവുള്ള ആളാണ്. എങ്ങനെ? ഒരേ സമയത്ത് 10 തേരിലിരുന്നും കൊണ്ട് 10 ദിക്കിലേക്ക് സഞ്ചരിക്കാനും പറ്റും, അല്ലെങ്കിൽ 10 ദിക്കിലേക്ക് നോക്കി യുദ്ധം ചെയ്യാനും പറ്റും. 10 ദിക്കേ പറഞ്ഞാൽ എന്താ? 4 സാധാരണ, കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്കാതെ 4 എണ്ണം, പിന്നെ 4 കോണുകൾ 8,
പിന്നെ മുകളിൽ താഴത്ത 10 പദ്ധതിക്ക്. അപ്പോൾ ദശരഥൻ്റെ ഒരു കഴിവ് നമ്മൾ പലപ്പോഴും ഇത് അത്ര ആലോചിക്കുക. ദശരഥൻ എന്ന് പറഞ്ഞാൽ 10 രഥത്തിൽ ഒരേ സമയം ഇരുന്നിട്ട് 10 ഡയറക്ഷനിൽ പോവാനോ യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ 10 ഡയറക്ഷനിലേക്ക് തിരിഞ്ഞ് യുദ്ധം ചെയ്യാനോ കഴിവുള്ള ആളാണ്. ഒരു സാധാരണ ആളൊന്നുമല്ല കശ്യപൻ്റെ ജന്മം. ഭൂമിയിൽ കശ്യപൻ ദശരഥനായി ജനിച്ച സാധാരണ ആളല്ല, അത്ര ശക്തിമാനാണ്. ഇത്ര കയ്യൂക്കും പൗരുഷവും അദ്ദേഹം ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലേക്കും കൂടും അദ്ദേഹം അദ്ദേഹത്തിനെ അസുരന്മാരായുള്ള യുദ്ധത്തിനെ സഹായിക്കാൻ വിളിക്കും. അത്ര ശക്തിമാനാണ്. ദേവന്മാരും കൂടി ദശരഥൻ്റെ സഹായം തേടും. അദ്ദേഹത്തിന് ഒരു ആദ്യം കല്യാണം കഴിച്ച കൗസല്യ. എന്നിട്ട് കൗസല്യയിൽ മക്കളില്ലാഞ്ഞിട്ടാണ് സുമിത്രയെ കല്യാണം കഴിച്ചത്. സുമിത്രയെ കല്യാണം കഴിച്ചിട്ടും മക്കളുണ്ടായില്ല. അത് കഴിഞ്ഞ് വയസ്സ് കാലത്താണ് കൈകേയിയെ കല്യാണം കഴിച്ചത്. അങ്ങനെ 3 ഭാര്യമാരാ. കൗസല്യ ആദ്യത്തെ ഭാര്യ. എത്രയായാലും കുട്ടികളുണ്ടാവണില്ല. അപ്പോൾ സുമിത്രയെ പിന്നെ കല്യാണം കഴിച്ചു. സുമിത്ര കല്യാണം കഴിച്ചിട്ട് സുമിത്രയ്ക്കും കുട്ടികളുണ്ടാവണില്ല. വളരെ വിഷമിച്ചു. കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ പ്രായമായിട്ടാണ് കൈകേയിയെ കല്യാണം കഴിച്ചത്. അങ്ങനെയാണ് 3 പട്ടമഹിഷിമാരാണുള്ളത്. എന്നിട്ടും അദ്ദേഹത്തിന് കുട്ടികളുണ്ടായില്ല അല്ലേ? അങ്ങനെ അതൊക്കെ നമുക്ക് ഇനി വരാൻ പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് പിന്നെ എന്താണ് വസിഷ്ഠൻ്റെ ഇതൊക്കെ വെച്ചിട്ട് പിന്നെ വേറൊരു കാര്യം ജ്ഞാനാനന്ദ സരസ്വതി പറയുന്നുണ്ട്. അത് ഞാൻ കുറച്ച് പറയാൻ പറ്റുള്ളൂ, കാരണം നമ്മൾ കഥ അത്രയല്ലേ പ്രോഗ്രസ് ചെയ്തിട്ടുള്ളൂ. ഈ 10 ഇന്ദ്രിയങ്ങളുടെ നമുക്ക് 10 ഇന്ദ്രിയങ്ങളല്ലേ ഉള്ളത്. 5 കർമ്മേന്ദ്രിയവും 5 ജ്ഞാനേന്ദ്രിയമാണല്ലോ നമുക്കുള്ളത്. ആ 10 ഇന്ദ്രിയങ്ങൾ എവിടെയാണ്? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലാണ്. ആ ശരീരത്തിനെയാണത്രേ ഇവിടെ ദശരഥൻ എന്ന് പറയണത്. അതായത് സിംബോളിസാണ് കേട്ടോ. ദശരഥൻ സിംബോളിക് ഓഫ് അവർ ബോഡി വിച്ച് ഹാസ് 5 കർമ്മേന്ദ്രിയാസ് ആൻഡ് 5 ജ്ഞാനേന്ദ്രിയാസ്. അതായത് ദശരഥൻ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും അടങ്ങിയ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രതീകമാണ് ദശരഥൻ എന്ന്. അതായത് ഇത് ആത്മീയമായിട്ട് നമ്മൾ അതിൻ്റെ സിംബോളിസം പ്രതീകാത്മകതയെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദശരഥൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് തന്നെയാണെന്ന്. 5 കർമ്മേന്ദ്രിയങ്ങളും 5 അപ്പോൾ 10 ദശ. 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും അടങ്ങിയ നമ്മുടെ ശരീരത്തിനെ തന്നെയാണ് ദശരഥൻ പ്രതിനിധീകരിക്കുന്നത് എന്നത്. അതായത് എത്രയോ സുഹൃതം കൊണ്ട് വേണം നമുക്കൊരു മനുഷ്യജന്മം കിട്ടാൻ. അങ്ങനെ കിട്ടിയാലും പോരാ, എത്രയോ പ്രാവശ്യം നമ്മൾ മനുഷ്യനായി ജനിച്ച് മരിച്ച് പിന്നെയാണ് നമുക്ക് കുറച്ചെങ്കിലും ഭക്തിയും ഈ സത്സംഗത്തിലൊക്കെ ഒരു 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 ഇഷ്ടവും, അതായത് ഭഗവാനോടുള്ളൊരു മനസ്സ് ഭഗവാനോടുള്ളൊരു ഇഷ്ടം തോന്നുക, അങ്ങനെ ഉണ്ടല്ലോ. ഭഗവതോന്മുഖമായിട്ടുള്ളൊരു മനസ്സുണ്ടാവാൻ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് ഉണ്ടാവണം. വെറും മനുഷ്യനായി ജനിച്ചുകൊണ്ടും കാര്യമില്ല, അതിനൊരു ഭാഗ്യം വേണമല്ലോ. എത്രയോ ജന്മങ്ങൾ നമ്മൾ മനുഷ്യനായി കഴിഞ്ഞിട്ടാണ് ഭാഗ്യമുള്ള മനുഷ്യജന്മം കിട്ടുന്നത്. എന്തിന്? മനസ്സ് ഭഗവതോന്മുഖ ആവാനായിട്ട്, അല്ലെങ്കിൽ സത്സംഗം കിട്ടാനും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളൊക്കെ ഉണ്ടാവാനേ. അങ്ങനെ എത്രയോ കാലം കഴിയണം നമുക്ക് ശരിക്കും സായുജ്യം തന്നെ കിട്ടാൻ. അപ്പോൾ ഈ ജീവത്വവും ഈശ്വരത്വം ഒക്കെ കിട്ടാൻ അത്ര എളുപ്പമല്ല. ഈ ദശരഥൻ്റെ ഈ 60,000 കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന ദീർഘായുസിൻ്റെയൊക്കെ കാര്യം അതാണ് ഈ പ്രപഞ്ചത്തിനെ പറ്റി തന്നെയാണ് പറഞ്ഞത്. ഇനി അതിലേക്കൊക്കെ നമ്മൾ വരും. ഇപ്പം ഇവിടെ എന്താണ് ദശരഥൻ എന്ന് പറഞ്ഞാൽ ഒരു സിംബോളിസവും നമ്മൾ പറഞ്ഞു. പിന്നെ ദശരഥൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥവും ഇങ്ങനെയാണ് പേര് വന്നത് ദശരഥന്. അല്ലാതെ ദശരഥന് പേരിട്ടതല്ല, അതിനുള്ള കഴിവുണ്ടാവുകൊണ്ടാണ്. 10 തേരിൽ ഒരു സമയത്ത് ഇരുന്ന് 10 ദിക്കിലേക്കും 10 ദിക്കിലേക്ക് യാത്ര ചെയ്യാനും 10 ദിക്കിലേക്ക് നോക്കി യുദ്ധം ചെയ്യാനൊക്കെ ഉള്ള കഴിവുള്ള ആളായതുകൊണ്ടാണ് എന്നാണ് ഇത്. പിന്നെ ഇതും കൂടിയും പറഞ്ഞാൽ നമുക്കിവിടെ പിന്നെ സിംബോളിസം പിന്നെ പറയാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ശരീരത്തിൻ്റെ മനുഷ്യൻ്റെ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയാണത്രേ ഈ കൗസല്യയും കൈകേയിയും സുമിത്രയൊക്കെ
പ്രതിനിധീകരിക്കുന്നത്. അല്ലെങ്കിൽ കൗസല്യ, സുമിത്ര, കൈകേയി അവർ ഈ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിയുടെയൊക്കെ പ്രതീകങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളിങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ജീവിതം മുഴുവൻ. അപ്പോൾ ഇച്ഛാശക്തി വേണം, നമുക്ക് ചെയ്യണം എന്നുള്ളൊരു മോഹം അങ്ങനെ ഉണ്ടല്ലോ, ഒരു അതിനുള്ളൊരു പ്രചോദനം വേണമെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കണം നമ്മൾ, ഇച്ഛാശക്തി. പിന്നെ ജ്ഞാനം, അത് ചെയ്യേണ്ട അറിവ് വേണം. പിന്നെ ആക്ച്വലി ആ ചെയ്യലും. അപ്പോൾ ഇച്ഛാശക്തി, ക്രിയാശക്തി, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി ഇല്ലാണ്ട് ജീവിതത്തിൽ ഒന്നും നടക്കില്ല. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് മോക്ഷം കിട്ടുന്ന വരെ നമ്മൾ ഇച്ഛാശക്തിക്കും ജ്ഞാനശക്തിക്കും ക്രിയാശക്തിക്കും അധീനരായിട്ട് ജീവിക്കും. ഇതിന് ഇച്ഛാശക്തി കൗസല്യാണ്, ക്രിയാശക്തി കൈകേയിയാണ്. അതായത് ആക്ഷൻ, ആ ആഗ്രഹം എന്നുള്ളത് കൗസല്യ അത്രേ, ആ ആക്ഷൻ എന്നുള്ളത് കൈകേയിയാണത്രേ, പിന്നെയോ ജ്ഞാനാണത്രേ സുമിത്ര. അങ്ങനെ പറയുന്നുണ്ട് ഈ രാമായണത്തിൻ്റെ സിംബോളിസം പറയുമ്പോൾ. അപ്പോൾ ഇച്ഛയെന്ന് നമ്മൾ തുടങ്ങിയിട്ട് ഈ കർമ്മങ്ങൾ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യത്തിന് ആഗ്രഹം ഉണ്ടാവും, അതിനു വേണ്ടി പ്രവർത്തിക്കുക അല്ലേ. അത് കഴിഞ്ഞ് ഈ ക്രിയയിൽ എന്നിട്ട് പിന്നെ അതൊക്കെ വേണ്ട, അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് വിചാരിച്ച് ജ്ഞാനം വരലാണ് ശരിക്ക് ഒരു കർമ്മത്തിൻ്റെ സ്വഭാവം. അങ്ങനെയാണ്. ആദ്യം നമുക്ക് ആഗ്രഹം ഉണ്ടാവും, അതിനു വേണ്ടി പ്രവർത്തിക്കും, അത് കിട്ടിയാലും നഷ്ടപ്പെടും, കിട്ടിയില്ലെങ്കിൽ എന്തായാലും നിരാശയാവും. അങ്ങനെ നമ്മൾ ജ്ഞാനത്തിലേക്ക് നീങ്ങും. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ അങ്ങനെ സിംബോളിസം എന്ന് പറയണത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സെഷൻ ഇവിടെ നിർത്താം. എന്നിട്ട് പിന്നെ അടുത്ത സെഷനിൽ നമുക്ക് ബാക്കി കഥ ചെയ്യാം. ആൻഡ് സിംബോളിസം വരുന്ന സമയത്ത് ഞാൻ പറയാൻ ശ്രമിക്കാം. ഞാൻ വായിച്ച് എന്തെങ്കിലും എനിക്ക് മനസ്സിലായത് ഞാൻ പങ്കുവയ്ക്കാം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.